ഒരു കാലത്തും ഒരു മാവേലി ലോകവും ലോകത്തുണ്ടായിട്ടില്ല. രാജാവ് ഭരിക്കുന്നിടത്ത് തട്ടേ ഉണ്ടാവുകയുള്ളൂ. തട്ട് സമൂഹത്തിനകത്ത് അസ്വാതന്ത്ര്യം ഇല്ലാതിരിക്കാൻ പറ്റത്തേയില്ല. ഒരു പഴയ കാലത്തെ സുവർണ കാലഘട്ടം എന്ന് പറയുന്നത് രാജാവിന് കൊട്ടാരം ഉണ്ടായിരുന്നു, സ്വർണ്ണ കസേര ഉണ്ടായിരുന്നു എന്നുള്ള അർത്ഥം മാത്രമേ ഉള്ളൂ. അല്ലാതെ ബാക്കിയുള്ളവർ മുഴുവൻ അടിമകളായിട്ട് തന്നെ കഴിയേണ്ടി വരും. കൊട്ടാരവും കുടിലും തന്നെയാണ്. എല്ലാവരുടെയും സ്വപ്നമാണ് കൊട്ടാരത്തിൽ എത്തിച്ചേരാൻ. പക്ഷെ കൊട്ടാരത്തിൽ ചെന്നവനെല്ലാം ജീവിതകാലം മുഴുവൻ ജയിലിൽ കഴിയുന്നവനായിട്ട് മാറുകയും ചെയ്യും. ഇത് ഈ ഏകാന്ത തടവിന് വിധിക്കുന്നത് പോലെയാണ്. ഡെമോക്രസിന്റെ വാളിനെ പറ്റി പറയും. കസേരയിലിരിക്കുമ്പം മുകളിലൊരു വാളുണ്ട്, അത് എപ്പോൾ പൊട്ടി തലയിൽ വീഴുമെന്ന് പേടിച്ചിരിക്കുന്ന ഒരു രാജാവിനെ പറ്റി അവരും സങ്കല്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അത് നമ്മൾ അങ്ങനെ അല്ലെന്ന് വിചാരിച്ചു വിടാം. കാരണം കീഴടക്കിയവർക്ക് ഒരിക്കലും സ്വാതന്ത്ര്യം ഉണ്ടാകത്തില്ല. കാരണം കീഴടക്കപ്പെട്ടവർ എപ്പോഴും മോചിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. അത് കാരണം കൊണ്ട് അപകടത്തിൻ്റെ നടുവിലേ അവർക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. എല്ലാ ഭരണാധികാരികളും അസ്വതന്ത്രരായിരിക്കും. ഭരണമില്ലാത്ത ലോകത്തിനെ പറ്റിയാണ്, പരസ്പര സഹകരണത്തിൻ്റെതായ യുക്തിയാണ് നമ്മളിന്ന് പറയുന്നത്. ഇന്നത്തെ അത്രയും സ്വാതന്ത്ര്യത്തോടെ ഒരു കാലത്തും മനുഷ്യൻ ജീവിച്ചിട്ടുണ്ടാകത്തില്ല. നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യവും സന്തോഷവും ഒരു കാലത്തും ലോകത്ത് മനുഷ്യൻ അനുഭവിച്ചിട്ടുണ്ടാകത്തില്ല. ഇതുകൊണ്ടാണ് ഈ 800 കോടി ജനവും ഉണ്ടായത്. പണ്ടങ്ങനെ പറ്റത്തില്ല. 200 കോടി ജനം 1927 ഈ സെൻസസും കണക്കും ഒക്കെ വെച്ചിട്ട് കണ്ടെത്തിയിട്ടുള്ളത്. അതിനുശേഷം ഇപ്പോൾ 600 കോടി ജനം കൂടിയിട്ടുണ്ട്. അവരിൽ ഈ 800 കോടിക്കകത്ത് ഒരു 700-നും 650-നും ഇടയ്ക്ക് ആൾക്കാർ ഒരു കാലത്ത് ഒരു രാജാവും കഴിയാത്ത അത്രയും സ്വാതന്ത്ര്യത്തോടും സന്തോഷത്തോടും ജീവിക്കുന്നുണ്ട്. പട്ടിണി കിടക്കുന്ന ഒരു 150 കോടിക്കകത്തേ ഉള്ളൂ. പണ്ട് 200 കോടിക്കകത്ത് 150 കോടിയും പട്ടിണിയാണ്. 50 കോടിയാണ് കഷ്ടിച്ച് പായസമൊക്കെ വെച്ച് അല്ലെങ്കിൽ പുഴുക്ക് തിന്നിട്ട് രാജാക്കന്മാരായിട്ടിരുന്നത്, അല്ലാത്തവരല്ല. ഇതൊക്കെ നമ്മൾ അറിയേണ്ടതുണ്ട്.